നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ ശാരദ വിലാസിനി സ്കൂളിന് മുമ്പിലാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജൂൺ 1 നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം കേരളം ഒട്ടാകെ നടക്കുകയാണ്. 2 മാസത്തെ അവധി കഴിഞ്ഞ് സ്കൂളിലെ കുട്ടികളെല്ലാം തന്നെ ആവേശത്തോടെ അവരുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന ദിനമാണ്. അതേ ആവേശത്തോടെ തന്നെയാണ് ടീച്ചർമാരും ഇന്ന് ഈ സ്കൂൾ പ്രവേശനോത്സവം വരവേറ്റിരിക്കുന്നത്. അവരും വിവിധ തരത്തിലുള്ള പരിപാടികളുമായി വിവിധ തരത്തിലുള്ള വർണ്ണാഭങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളുമായിട്ട് പുതിയ കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളോടും ടീച്ചർമാരോടും ഒക്കെ അവരുടെ വിശേഷങ്ങളും ആവേശങ്ങളും ഒക്കെ ചോദിച്ചറിയാം. എവിടം വരെയായി സാർ ഒരുക്കങ്ങൾ? സ്കൂളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നമ്മളും പ്രവേശനോത്സവം നടത്തുകയാണ്. നമ്മുടെ 32 പുതിയ കുട്ടികൾ നമ്മുടെ 1-ാം ക്ലാസ്സിലേക്കും അതോടൊപ്പം തന്നെ നമുക്ക് LKG ഉണ്ട്, UKG ഉണ്ട്, അവിടങ്ങളിലേക്കും കുട്ടികൾ എത്തുന്നുണ്ട്. ആ പുതിയ കുട്ടികളെ നമ്മൾ ബാഗും പുസ്തകവും ബുക്കും എല്ലാം കൊടുത്ത് സ്വീകരിക്കുകയാണ്. അവർ രക്ഷിതാക്കളോടൊപ്പം തന്നെ വരാനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ സന്തോഷഭരിതരാണ്. അവർ എല്ലാവരെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം SSVUP കല്ലറ UPS. അതെ, കുട്ടികളൊക്കെ വന്നു തുടങ്ങിയല്ലേ? കുട്ടികളൊക്കെ വന്നു. ഇവരെല്ലാം പുതുതായിട്ട് ചേരേണ്ട കുട്ടികളാണ്. ഇവരെല്ലാവരും തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കുട്ടികൾ? ആവേശത്തോടെ തന്നെയാണോ? കുട്ടികൾ ആവേശത്തോടെയാണ്. ഞങ്ങളും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 10 മണിക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഉദ്ഘാടനം നടക്കും. പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, PTA അംഗങ്ങൾ ഇവരെല്ലാവരുമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ആളുകളും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാം നമ്മളോടൊപ്പം ചേരും. എല്ലാവരും വളരെ ആഘോഷത്തിലും ആവേശത്തിലുമാണ്. ഈ വർഷം എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ കൂടുതലാണോ അതോ? കുട്ടികൾ കൂടുതൽ പൊതുവെ പറയുന്ന പോലെ ഇല്ല, എങ്കിലും നമുക്ക് നമ്മുടെ ഡിവിഷനിലെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഇവരൊക്കെയാണ് സ്കൂളിൽ പുതുതായിട്ട് എത്തിയ കുരുന്നുകൾ. നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മക്കളെ എങ്ങനെയുണ്ട്? പുതിയ സ്കൂൾ തുടങ്ങിയപ്പോൾ അവധി കഴിഞ്ഞാൽ വിഷമമുണ്ടോ? എന്നാലും പുതിയ ഇനിയിപ്പോൾ പഠിത്തം ദിവസമൊക്കെ എണീറ്റ് വരണ്ടേ? കുഴപ്പമില്ല. മോനെ എങ്ങനെയുണ്ട് സ്കൂള്? പുതിയ ഉടുപ്പൊക്കെ ആണല്ലോ. എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? എങ്ങനെയുണ്ട്? പുതിയ സ്കൂളും ക്ലാസ്സും ഒക്കെ കണ്ടോ? പുതിയ പിള്ളേരെ കൂട്ടുകാരെ കിട്ടിയോ? എങ്ങനെയുണ്ട് മോളെ? കൊള്ളാമോ? വന്നിട്ട് പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ക്ലാസ്സിലൊക്കെ പോയോ? പുതിയ ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? LKG, UKG, 1-ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും പഠന കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സ്റ്റേജിൽ വെച്ചാണ് നടത്തുന്നത്. പ്രവേശനോത്സവ സ്റ്റേജിൽ വെച്ചായിരിക്കും നടത്തുന്നത്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഇതുപോലെ തന്നെ പഠന കിറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനായി കുറേ സ്പോൺസർമാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ നന്ദിയോടെ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. അതും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ടീച്ചറെ, അപ്പം കുട്ടികൾ പുതുതായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇനി എങ്ങനെയായിരിക്കും അവരുടെ പഠനം, അതുപോലെ തന്നെ അവരുടെ പാഠ്യപദ്ധതിയും ഒക്കെ എങ്ങനെയായിരിക്കും? പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി തന്നെയാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ബലൂണുകളും മൊത്തം കളർഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം പഴയ ഒരു സങ്കടമല്ല, ചിരിച്ചൊരു മുഖമാണ് നമുക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പം കുട്ടികൾ ഇപ്പം എത്രത്തോളം വന്നു കഴിഞ്ഞു? ഇപ്പം ഒരു സമയമായിട്ടില്ലല്ലേ? സമയമാകുന്നതല്ലേ ഉള്ളൂ. ഏതാണ്ട് ഒരു കാൽഭാഗം കുട്ടികൾ എത്തിയിട്ടുണ്ട്. സമയമാകുമ്പോൾ ഏകദേശം എല്ലാവരും തന്നെ ഇപ്പോൾ കാര്യപരിപാടികളിലേക്ക് അതെ കിടക്കുകയാണ്. പുതിയ ഡ്രസ്സ് ഉടുപ്പും ബാഗൊക്കെ ആയിട്ട് വന്നേക്കും. എങ്ങനെയുണ്ട് സ്കൂളിൽ വന്നിട്ട്? എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? 6-ലാണോ? 6-ാം ക്ലാസ്സിൽ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? പുതിയ ഹലോ എങ്ങനെയുണ്ട്? കൂട്ടുകാരെ കിട്ടിയോ പുതിയ? അതോ പഴയ കൂട്ടുകാരെ തന്നെയാണോ? ആണല്ലേ? എങ്ങനെയുണ്ട് വന്നിട്ട്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ ഈ ശ്രീ ശാരദ ക്ഷേത്രത്തിൽ മറ്റൊരു ക്ഷേത്രമാണ് ഈ സ്കൂള്. 1948-49 കാലഘട്ടത്തിൽ ഈ സ്കൂള് ആരംഭിച്ചു.
അതായത് പൂർവികരായിട്ടുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ചെറിയ ഓലഷെഡിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നിലയിൽ സ്കൂളിൻ്റെ വികസനമുണ്ടായി. നല്ല ഭംഗിയായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വലിയ ഉന്നതകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കിണർ ശുദ്ധിയാക്കി അത് ടെസ്റ്റിങ്ങിന് കൊടുത്ത് ഓക്കെ മേടിച്ചു. വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് നടത്തി നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ രക്ഷകർത്താക്കളുടെയും സമുദായ സംഘടനയും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ ഈ സ്കൂൾ ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വീണ്ടും.